ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് അതിൽ നോക്കുന്നത് ഇറാഖിന്റെ വെസ്റ്റ് കുർണ 2 എന്ന് പറഞ്ഞ ആ ഒരു എണ്ണപ്പാടം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇത് നോക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ നിന്നും ഈ എണ്ണപ്പാടത്തിനെ അമേരിക്ക സ്വന്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ എക്സാൻ മൊബൈൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനമാണ് ഈ എണ്ണപ്പാടം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ദിവസം 5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദന ശേഷിയുള്ള ഒരു എണ്ണപ്പാടമാണിത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ഇറാഖിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇറാഖിൽ 2003 മുതലേ നമുക്ക് ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സദാം ഹുസൈൻ്റെ കാലം തൊട്ടേ റഷ്യയുടെ ലൂക്കോയിൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം ഈ എണ്ണപ്പാടം, ഈ കുർണ 2 എന്ന് പറഞ്ഞ ഈ ഒരു എണ്ണപ്പാടം കൈക്കലാക്കുകയും ഏതാണ്ട് 75% അതിൻ്റെ ഓഹരികൾ സ്വന്തമാക്കി ഇറാഖുമായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ലൂക്കോയിൽ. ഇതിനകത്ത് ഇപ്പം ഈ ഡിസംബർ മാസം 8-ാം തീയതി ഇറാഖിലെ വെസ്റ്റ് കുർണ 2 എന്ന് പറഞ്ഞ എണ്ണപ്പാടം അതിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ നിർത്തിവെക്കുകയുണ്ടായി. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇറാഖിൻ്റെ ഉള്ളിൽ 2 എണ്ണപ്പാടങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും ആക്രമണങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ 8-ാം തീയതി ഈ എണ്ണപ്പാടങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ച സാഹചര്യം പരിശോധിച്ച സമയത്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് ഇതിന് കാരണം കാണിച്ചത് എക്സ്പോർട്ട് പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഈ കുർണ 2 എന്ന് പറഞ്ഞ ഈ ഒരു എണ്ണപ്പാടത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചതായിട്ട് ഇറാഖ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഇറാഖിലെ ഈ ഊർജ്ജ മേഖലയിൽ ഇതൊന്നും വലിയ രീതിയിലുള്ള ചർച്ചയോ വാർത്തയോ ആയിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ പുറകിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. ശരിക്കും ഈ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും റഷ്യയ്ക്കുണ്ടാകുന്ന ഒരു ഹ്യൂജ് ലോസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 4,80,000 ബാരലാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ 75% സ്റ്റോക്ക് ലൂക്കോയിലുണ്ടായിരുന്നു. ഈ ലൂക്കോയിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ സാങ്ഷൻ വന്നതിന് ശേഷം ഏതാണ്ട് 2022 ശേഷം തന്നെ ഒരുപാട് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇറാഖ് നിരന്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യം കൂടിയാണ്. ഈ സ്വിഫ്റ്റിൽ നിന്നൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇറാഖിന് ട്രാൻസാക്ഷണൽ ഇഷ്യൂസ് റഷ്യയുമായിട്ട് ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ പൊതുവിൽ നമുക്ക് വാർത്തകൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാഖിൻ്റെ ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാഖിൻ്റെ സർക്കാരുമായിട്ട് അമേരിക്കയുടെ എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനം ഈ കുർണ 2 എന്ന് പറഞ്ഞ ഈ ഒരു എണ്ണപ്പാടവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് 75% മേജർ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ലൂക്കോയിൽ നിയന്ത്രിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇറാഖിന് ഇതിനകത്ത് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞാൽ ലൂക്കോയിൽ നിർബന്ധിതരായിരിക്കുകയാണ്. റഷ്യ ശരിക്കും നിർബന്ധിതരായിരിക്കുകയാണ്. റഷ്യക്ക് ശരിക്കും വെസ്റ്റ് ഏഷ്യയിൽ കംപ്ലീറ്റ് നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇപ്പം ഈ ജോ ബൈഡന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ എരിതിയിൽ എണ്ണ പകരുന്ന പ്രവർത്തികൾ ചെയ്തെങ്കിലും അമേരിക്ക നടത്തിയ ഒരു പ്ലാനിൽ ഇപ്പം ഉക്രൈനും യൂറോപ്പും തനിച്ച് വിടപ്പെടുകയും റഷ്യക്ക് ഉണ്ടായ ലോസ് കൊണ്ടുണ്ടാകുന്ന നേട്ടം കിട്ടിയിരിക്കുന്നതെല്ലാം അമേരിക്കയ്ക്കുമാണ്. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൽ നേട്ടം അമേരിക്കയ്ക്കാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാങ്ഷൻ വന്നതിന് ശേഷം ഇറാഖ് ലൂക്കോയിൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് പണമടയ്ക്കൽ നിർത്തി. ഈ ലൂക്കോയിലും ഇറാഖിന് കൊടുക്കേണ്ട ഡിവിഡൻഡുകൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു. അപ്പോൾ അങ്ങനെ നിരന്തരം ഈ ഒരു പേയ്മെൻറ്റ് പെൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങളായിട്ട് തന്നെ ലൂക്കോയിൽ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ഇറാഖികൾക്ക് ഗവൺമെൻറ് ഇറാഖാണ് ശമ്പളം വരെ കൊടുക്കുന്നത് എന്നുള്ള അവസ്ഥയിൽ മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാഖിൽ ലൂക്കോയിൽ എക്സോൺ മൊബൈൽ ഈ ഒരു ഡീൽ നടക്കാൻ കാരണമായത് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഉപരോധങ്ങളാണ്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങളാണ്. ഈ ഉപരോധം കൊണ്ട് ഫൈനാൻഷ്യൽ ഡീലിങ്സ് പ്രശ്നമാകുന്നു. അതേപോലെ എക്യുപ്മെൻറ്റ്സ് പൈസ കൊടുത്ത് വാങ്ങിച്ച് അവിടെ ഫിക്സ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ ഇൻ്റർനാഷണൽ ബാങ്കുകളുടെ ഇടപാടുകൾ അവിടെ പ്രശ്നത്തിലാകുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ മൊത്തത്തിൽ ഇറാഖ് ഒന്ന് വീർപ്പ് മുട്ടിയിരിക്കുന്ന സാഹചര്യമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം എക്സോൺ മൊബൈൽ വീണ്ടും ഇറാഖിനെ സമീപിച്ചതും ലൂക്കോയിൽ ഇപ്പോൾ ഇത് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം വന്നതും. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാഖിൻ്റെ സൈഡിൽ നിന്നായിരുന്നു. മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറാഖിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ലൂക്കോയിൽ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഇറാഖിൽ നിന്ന് വാങ്ങിക്കുന്നു എങ്കിൽ ഇനിയിപ്പോൾ അമേരിക്കയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഈ ഒരു എണ്ണ വ്യാപാരത്തിൽ ജിയോ പൊളിറ്റിക്കലി മാറ്റങ്ങൾ മാറി മറിഞ്ഞ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വെസ്റ്റ് കുർണ 2 എന്ന് പറഞ്ഞ ഈ ഒരു എണ്ണപ്പാടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിവസം ഏകദേശം 5 ലക്ഷം ബാരലാണ് ഇതിൻ്റെ ഉൽപ്പാദന ശേഷി. ഇത് ടോട്ടൽ ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കുന്ന എണ്ണയിൽ 10%. അതായത് ഇറാഖിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ടോട്ടൽ ക്രൂഡ് ഓയിലിൻ്റെ 10% വരും ഈ ഒരു ഒറ്റ കമ്പനിയിൽ നിന്ന് മാത്രം.
ഇത് ലൂക്കോയിൽ 2009 മുതൽ 75% ഓഹരി കൈവശം വെച്ചിട്ടുണ്ട് ഈ കമ്പനിയുടേത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 2003 അതിന് മുമ്പ് സദാം ഹുസൈൻ്റെ കാലഘട്ടത്തിൽ തന്നെ റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ലൂക്കോയിൽ ഇറാഖിന്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ വേരുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2003 ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അവിടെ അധിനിവേശം നടത്തുന്ന സാഹചര്യത്തിൽ കൂടി ലൂക്കോയിൽ അവരുടെ പ്രവർത്തനം വെച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും 2009 ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യക്കുള്ള ഒരു ബാലൻസ് ആയിരുന്നു. വെസ്റ്റ് ഏഷ്യയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയ്ക്ക് കൗണ്ടർ ചെയ്യാനുള്ള റഷ്യയുടെ ഒരു ബാലൻസിങ് ആക്ട് ആയിരുന്നു അതിപ്പോൾ നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ലൂക്കോയിലിന്റെ ആ ഒരു ആധിപത്യം ഇറാഖിന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഇത് രാഷ്ട്രീയമാനം മാത്രമല്ല കൈവരുന്നത്. ഇപ്പൊ ഇതിനകത്ത് അതിലുപരിയായിട്ട് പണമിടപാടോ അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല. ഇത് ശരിക്കും റഷ്യ അമേരിക്ക എന്ന് പറഞ്ഞ ആ ഒരു രണ്ട് പവറുകളുടെ ആ ഒരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ ആ ഒരു ഗെയിം പ്ലേയിൽ ശരിക്കും അമേരിക്ക ഡോമിനേറ്റ് ചെയ്യുകയും റഷ്യ ആ മേഖലയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഇറാഖിന്റെ വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ ഈ ഒരു എനർജി യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ എനർജി രാഷ്ട്രതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും അമേരിക്കയുടെ കയ്യിൽ പോവുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പം എന്താണ് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ ഉള്ളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഒരു പരിധിവരെ ഇറാഖിന്റെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു തീരുമാനമാവും. ഇപ്പോൾ ഇത്രയും കാലം 75% ഓഹരി റഷ്യ കൈവശം വെച്ചിരുന്നതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ട് പണമിടപാട് അത്ര സ്മൂത്ത് ആയിട്ട് നടന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ഉള്ള കാലങ്ങളിൽ ഇറാഖിന് ഒരു ഡോമിനേഷൻ കിട്ടും. ഇറാഖിന് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും. പക്ഷേ അതിലുപരിയായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയ്ക്ക് വീണ്ടും ഈ ഒരു എണ്ണ വ്യാപാരത്തിൽ ഡോമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടുള്ള വിജയി അമേരിക്ക തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇനി 5 ലക്ഷം ബാരൽ പെർ ഡേ അമേരിക്ക കൺട്രോൾ ചെയ്യും. എവിടെ? മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് ഇറാഖിൽ. അത് ചെറിയ കച്ചവടമല്ല. ഇറാഖിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും അവിടെയാണെങ്കിൽ കുറേ പ്രോക്സികളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പ്രോക്സികളുടെ നിയന്ത്രണങ്ങളൊക്കെ ഇനി ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യേണ്ട സാഹചര്യം, നിർബന്ധ സാഹചര്യത്തിലേക്ക് അമേരിക്ക തള്ളപ്പെടുകയാണ്. ഇനി അതിലുപരിയായിട്ട് ഇനി ഒരുപാട് ട്രൂപ്പുകൾ അവിടെ വിന്യസിക്കേണ്ടി വരും. കാരണം ഇതൊക്കെ ഇനിയിപ്പോൾ അമേരിക്കയുടെ അസറ്റുകളാണ്. അമേരിക്കയുടെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മുടെ അമേരിക്കൻ ട്രൂപ്സ് അവിടെ ഇറങ്ങും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് നസിരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു എണ്ണപ്പാടമുണ്ട്. ആ എണ്ണപ്പാടം അമേരിക്കയുടെ ഷെവ്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എണ്ണപ്പാടം കൂടി ഷെവ്രോണിന്റെ കീഴിൽ വരുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറാഖിന്റെ ഉള്ളിൽ ഫുൾ ആൻഡ് ഫുൾ കംപ്ലീറ്റ്ലി അമേരിക്ക വീണ്ടും കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. ഇറാഖിനെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ് അമേരിക്ക. ഇപ്പോൾ റഷ്യയുടെ പരാജയം എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം, അവരുടെ ഏറ്റവും വലിയൊരു ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു എണ്ണപ്പാടം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ സിറിയ, ഈജിപ്റ്റ്, ഈസ്റ്റ് മെഡിറ്ററേനിയൻ ആ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ റഷ്യ അവരുടെ കംപ്ലീറ്റ് പ്രസൻസും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പിൻവാങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിൽ റഷ്യയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് തന്നെ പറയാം, സീറോ ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും സംഭവിച്ചത് എന്തുകൊണ്ടാണ്? റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നതുകൊണ്ടാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അപ്പോൾ ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ച് ഉക്രൈനെ മോട്ടിവേറ്റ് ചെയ്ത് ആദ്യം തന്നെ പിരികൊളുത്തി വിട്ട ആൾ ആരാണെന്ന് പറഞ്ഞാൽ അമേരിക്ക. അപ്പോൾ അമേരിക്കയ്ക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ ഏത് വിധേനയും അവർ സ്വന്തമാക്കിയിരിക്കും. അപ്പം ആ രീതിയിൽ റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യയുടെയും ഉക്രൈൻ്റെയും ഇടയ്ക്ക് നടന്നാലും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം, കൃത്യമായിട്ടുള്ള ഒരു നേട്ടം അമേരിക്ക സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് വളരെ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ്. ഇനിയിപ്പം ഇറാഖിന്റെ ഉള്ളിൽ താൽക്കാലികമായിട്ടല്ല, ഇനി സ്ഥിരമായിട്ട് തന്നെ ഒരുപാട് നിക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇറാഖിന്റെ ഉള്ളിൽ നിന്നും അവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ സുഡാനിക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വീണ്ടും അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ഇറാഖ് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള ഈ ഒരു സാഹചര്യം വെച്ച് വിലയിരുത്തുമ്പോൾ ഇപ്പം ഇതിനകത്ത് ഒരുപാട് അനലിസ്റ്റുകൾ ഇപ്പോൾ വിലയിരുത്തുന്നത് 2003 സദാം ഹുസൈൻ്റെ സമയത്ത് ആവർത്തിച്ചതുപോലെ അമേരിക്കയ്ക്കെതിരെയുള്ള വികാരം അവിടെ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ 2003 മുതൽ 2009 വരെ അമേരിക്ക അവിടെ നടത്തിക്കൂട്ടിയ കോപ്രായങ്ങൾ, അതിനെതിരെയുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ കരുതിക്കൂട്ടി ഇരിപ്പുണ്ടെന്നും, അപ്പോൾ അമേരിക്ക വളരെ ശക്തമായ രീതിയിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 2003 ശേഷം ഉണ്ടായ ഒരു യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും കൂടി വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പം എന്നിരുന്നാലും നിലവിൽ ഇറാഖിന് വേണ്ട രീതിയിലുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഇറാഖ് പ്രൈം മിനിസ്റ്റർ സുഡാനി എടുത്തിരിക്കുന്നതായിട്ടും നിലവിലുള്ള ഈ ഒരു ഡീൽ ശരിക്കും പറഞ്ഞാൽ ലൂക്കോയിൽ, എക്സോൺ മൊബൈൽ നടത്തിയിരിക്കുന്ന ഒരു ഡീൽ ഇറാഖിന് വളരെ നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമാണ് മെജോറിറ്റി ഇറാഖ് ജനങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആണ് ഈ എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ എണ്ണ വിൽപ്പന മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് എക്സോൺ മൊബൈലും ലൂക്കോയിലും തമ്മിൽ നടന്നിരിക്കുന്ന ഈ ഒരു എക്സ്ചേഞ്ച്. ഇത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.